നമുക്ക് കേൾക്കാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ സ്കോളർഷിപ്പോടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം കിട്ടി. US പഠിക്കുന്ന കുട്ടികൾക്ക്, ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പോടെ അങ്ങോട്ട് അവസരങ്ങൾ കിട്ടി. അപ്പോൾ ഇന്ത്യയിൽ ഇതേപോലുള്ള സ്കോളർഷിപ്പുകൾ സാധ്യതകളൊന്നും ഇല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഉയർന്ന റാങ്കുകൾ കൊണ്ട് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളിൽ പഠിക്കാൻ അവസരം ലഭിക്കുന്നതിനോടൊപ്പം നമുക്ക് ഈ ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളിലെ ഫീസ് ഒന്ന് ചെക്ക് ചെയ്താൽ അവിടെയൊക്കെ വളരെ കുറഞ്ഞ ഫീസിലാണ് ഈ ടോപ്പ് റാങ്ക് അച്ചീവ് ചെയ്യുന്ന കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ലഭിക്കുന്നത്. എക്സാമ്പിൾ, ഒരു എയിംസിൻ്റെ ക്യാമ്പസിൽ ഒരു MBBS പഠിക്കണമെങ്കിൽ 5000 റുപ്പീസ് മാത്രമാണ് ഫീസ് വരുന്നത്. ഒരു MBBS കോഴ്സ് പഠിപ്പിക്കാൻ ഒരു ക്യാമ്പസിന് ഈ 5000 റുപ്പീസ് ആണോ എക്സ്പെൻസ് വരിക? ഒരിക്കലുമല്ല. ഒരു 50 lakhs 60 lakhs റുപ്പീസ് എക്സ്പെൻസ് വരുന്ന ഒരു കോഴ്സാണ് ഈ 5000 റുപ്പീസിന് ഈ ഉയർന്ന റാങ്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ അതിലൂടെ ആ കുട്ടിക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് എത്രയാണെന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവിടെ നമുക്ക് പഠിക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പാണ് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്. അത് ആ ഒരു കോഴ്സിൽ മാത്രമല്ല. ഇത് BSc നഴ്സിംഗ് കോഴ്സ് എടുത്താലും MBBS കോഴ്സ് എടുത്താലും അതേപോലെ എഞ്ചിനീയറിംഗോ മെഡിക്കൽ പ്രൊഫഷനിലോ ഹോട്ടൽ മാനേജ്മെന്റ് പ്രൊഫഷനിലോ ഫാഷൻ ഡിസൈനിങ് പ്രൊഫഷനുകളോ ഇതുപോലുള്ള ഏത് പ്രൊഫഷനും ആയിക്കോട്ടെ, നമുക്ക് ഉയർന്ന റാങ്കോട് ഒരു ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനോടൊപ്പം അവിടെ സ്കോളർഷിപ്പുമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് നല്ല റാങ്കിന് വേണ്ടി പഠിക്കുക. ഇന്ത്യയിൽ തന്നെ നല്ല സ്കോളർഷിപ്പോടെ പഠിക്കാവുന്ന വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഓരോരുത്തരും ശ്രമിക്കുക. അതിന് ചെയ്യേണ്ടത് ഇന്നത്തെ പരിശ്രമമാണ് നാളെ നമുക്ക് സൗജന്യമായി പഠിക്കാൻ പറ്റുന്ന നല്ല നല്ല സ്കോളർഷിപ്പോടെ പഠിക്കാൻ പറ്റുന്ന സാധ്യതകളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്.